പുലിക്കുട്ടികളായിരുന്ന രണ്ടുപേര് ഇപ്പോ റോട്ടിലിട്ട് വെട്ടിയിട്ട് അവൻ ആരാണെന്ന് ആർക്ക് പറയില്ലേ? ഈ സിറ്റി അരിച്ചു പെറുക്കണം. പോലീസ് നായി തെളിവ് കണ്ടുപിടിക്കുന്നത് പോലെ. പോ 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 പോ, പോയി കൊണ്ടുപോടാ.
അച്ഛനോട് ഒരു സത്യം പറയണം. എന്താടാ പറയാൻ പോന്നെ? എന്ത് സത്യമാ? എന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഒരുത്തന്റെ തലയെടുത്തില്ലേ? ഇത് കൂടുതൽ എന്താ വേണ്ടേ? ക്ഷമിക്കണം അച്ഛാ. എന്തിനാ മോനെ ഇങ്ങനൊക്കെ? അല്ല അച്ഛാ, അത് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പാടാ പോകാം, ഈ നാട് വിട്ടു തന്നെ അച്ഛാ. അത് ഒന്നോർത്തോ, നീ വെട്ടിയവൻ ഭയങ്കരനായതുകൊണ്ട് കണ്ടു നിന്നവര് കാണിച്ചു കൊടുത്തില്ല. നീ ആ വെട്ടിയെന്ന് ആർഡിഎക്സ് അറിഞ്ഞാൽ നിന്നെ ജീവനോടെ വിടില്ലടാ. ദേവി ഇത് പാടാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഞാൻ വരില്ല. ഞാൻ വരില്ല. അവന്മാരുടെ വേര് പിഴുതെടുക്കാതെ ഞാൻ വരില്ല ഇവിടുന്ന്. കാരണം ഞാനിവിടെ വന്നത് തന്നെ അവന്മാരെ കൊല്ലാൻ വേണ്ടിയാ. എന്റെ മകൻ ഒരു കൊലപാതകയല്ലടാ. ഞാൻ അമ്മയുടെ മോനല്ലല്ലോ അമ്മേ. അമ്മ ക്ഷമിക്കണം. ചെറുപ്പത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഒരു അനാഥനാണെന്ന്. അല്ലമ്മേ, എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജ് ലൈബ്രറിയാണമ്മേ. ഒരു കാലത്തിൽ ഞങ്ങൾ ജീവിച്ച വീട്. എന്നെ ലാളിച്ച് വളർത്തിയ അച്ഛനും അമ്മയും. ഞാൻ എത്ര കുസൃതി കാട്ടിയാലും എന്നെ ഏറ്റവും സ്നേഹിച്ച ചിറ്റപ്പൻ. ഞാൻ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്യുന്ന എൻ്റെ അമ്മാവൻ്റെ മോള്. വീട്ടിലെല്ലാവർക്കും സന്തോഷം. ഇതിലും ഉപരിയായി ഞങ്ങളുടെ മുത്തച്ഛനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. സ്നേഹമെന്ന പൂമാരി പൊഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പെട്ടെന്ന് എന്തോ ഒരു കയ്യബദ്ധം. എന്തൊരു കളിയാടാ ഇത്? കളിച്ചതോ വേണമെന്ന് വെച്ചല്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് താഴെ വീഴുന്നു. നീ എന്തിനാ വേണ്ടാത്തൊക്കെ? എന്താ ചേട്ടത്? പാവം പിള്ളേര്. വേണമെന്ന് വെച്ച് ചെയ്ത പോലെ ഉണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. ഞാൻ എന്ത് ചെയ്തെന്നാ ഞാൻ കുട്ടിയുടെ കൂടെ അല്ലല്ല, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. പിള്ളേരെല്ലാം കളിക്കാൻ വിളിച്ചു, ഒന്ന് പൊക്കാൻ പറഞ്ഞു, ഞാൻ പൊക്കി. ആര്? ഞങ്ങളോ? നിങ്ങളല്ലേ വരൂ വരൂ എന്ന് പറഞ്ഞത്? ഞാനാ? പിന്നല്ലത്. ശരി ശരി ശരി, എല്ലാരും പറയാനുള്ള പറ, അതിനുശേഷം ഞാൻ പറയാം. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്തിനാണ്? അല്ല, അച്ഛനല്ലേ എല്ലാരെയും വഴക്ക് പറയാറുള്ളത്. ഇന്ന് ഇവരെ കൊണ്ട് അച്ഛനെ വഴക്ക് കേൾപ്പിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ആഹാ, ഈ പിള്ളേരെന്നെ എന്തോ തമാശക്ക് വഴക്ക് പറയുന്നു അല്ലേ? ഇത് കാരണമാക്കി നിങ്ങൾ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് അത്ര കലിപ്പല്ലേ?